ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെയർ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ 4ലുള്ള MDC ടെക്സ്റ്റിൽ മൊഡ്യൂൾ 4ലുള്ള ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ഇതൊരു ഷോർട്ട് ഫിലിമാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതിൻ്റെ ലിങ്ക് ടെക്സ്റ്റിൽ ഉള്ളതാണ്, അത് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇറ്റ്സ് അബൌട്ട് എ ഫാദർ ആൻഡ് എ ഡോട്ടർ ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, തീം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, ഇപ്പോൾ ബ്ലാക്ക് പീപ്പിൾ ആയിട്ടുള്ള ആളുകളെ, സൗത്ത് ആഫ്രിക്കൻ ആയിട്ടുള്ള ആളുകളെ ഡിസ്ക്രിമിനേഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യണത്. സോ അതിൽ നിന്നിട്ടൊരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ ഷോർട്ട് ഫിലിം. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് തന്നെ അവരുടെ ത്രൂ ദെയർ ലൈഫ് കാണിച്ചു തരുന്ന ഒരു സ്റ്റോറി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഹെയർ ലവ് 2019 ഇറങ്ങിയിട്ടുള്ള ഒരു അനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ്. മാത്യു എ ചെറി, എവററ്റ് ഡ്രൗണിംഗ് ജൂനിയർ ആൻഡ് ബ്രൂസ് ഡബ്ല്യു സ്മിത്ത് ആണ് അവർ ക്രിയേറ്റ് ചെയ്തവർ. ദ സ്റ്റോറി സെൻറ്റേഴ്സ് അറൗണ്ട് ആഫ്രിക്കൻ അമേരിക്കൻ ഫാദർ നെയിം സ്റ്റീഫൻ ഹു ഫേസസ് ചാലഞ്ചസ് ഓഫ് സ്റ്റൈലിംഗ് ഹിസ് യങ് ഡോട്ടർ സ്യൂറീസ് ഹെയർ ഫോർ ദ ഫസ്റ്റ് ടൈം. സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഫാദർ, ഓക്കെ, അവരുടെ മകളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ പെട്ടുപോകുന്നു. അവരുടെ ഡോട്ടറിൻ്റെ പേര് സ്യൂറി എന്നാണ്. ക്യാരക്ടറുടെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. അവരുടെ ഹെയർ ആദ്യമായിട്ട് റെഡിയാക്കി കൊടുക്കുകയാണ്. ഓക്കെ, മകളുടെ ഹെയർ, അവരുടെ ഹെയർ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഹെയർ ഈ ഫാദർ, ഇവരൊരു ആഫ്രിക്കൻ അമേരിക്കൻ ആണ്, അപ്പോൾ അവർ ഈ കുട്ടിയുടെ ഹെയർ സെറ്റാക്കി കൊടുക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഈ ഫിലിമിൽ കാണാനുള്ളത്. സാധാരണ ഇങ്ങനത്തെ ഇങ്ങനത്തെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഈ ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ആളുകൾ ഭയങ്കര ക്രൂവലാണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര നെഗറ്റീവായിട്ടാണ് എപ്പോഴും സിനിമകളിലൊക്കെ കാണിക്കാറ്. ഈ സിനിമ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. കാരണം ഒരു ഫാദറാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത്. സാധാരണ നമ്മൾ സിനിമകളിൽ കാണാറ് അമ്മ ടേക്ക് കെയർ ചെയ്യണതാണ്. പക്ഷേ ഇവിടെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് കൊടുത്തിരിക്കുകയാണ്. ഒരു ഫാദർ എങ്ങനെയാണ് ഒരു കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഫിലിമിൻ്റെ ക്വാളിറ്റീസിലൊന്നാണ് കേട്ടോ. The film celebrates bond between a father and his daughter while highlighting the importance of embracing natural hair and self-esteem. ഒരു അച്ഛൻ ഡോട്ടർ, ഒരു പെൺകുട്ടിയും അച്ഛനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളൊരു ബോണ്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണിത്. അതുപോലെ തന്നെ നാച്ചുറൽ ഹെയർ, നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി എന്താണോ അതിനെ എംബ്രേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു തീമുള്ള ഒരു വർക്കും കൂടിയിട്ടാണ്. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ, സ്വയം നമ്മൾ നമ്മുടെ ഭംഗിയെ അംഗീകരിച്ച് എക്സ്പ്രസ് ചെയ്യുക, അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഒന്നും നമ്മളുടെ ബോഡിയിൽ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞായിരുന്നു തീമുള്ളത്. സ്യൂറിയാണ് ആ കുഞ്ഞുകുട്ടി. ഓക്കെ, സ്യൂറി, എ സ്പിരിറ്റഡ് ലിറ്റിൽ ഗേൾ, വേക്സ് അപ്പ് ഈഗർ ടു അച്ചീവ് സ്പെഷ്യൽ ഹെയർ സ്റ്റൈൽ ഷി ഫൗണ്ട് ഇൻ ആൻ ഓൺലൈൻ ട്യൂട്ടോറിയൽ. അപ്പോൾ ഈ കഥ നടക്കുന്നത് 2019. അപ്പോൾ ഇവളൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഒരു ഹെയർ ട്യൂട്ടോറിയൽ കാണുകയാണ്. സോ ഓക്കെ, അപ്പോൾ അവരുടെ ഫാദർ എന്നോട് പറയാണ് ഹെൽപ്പ് ചെയ്യാൻ. ദെൻ അച്ഛൻ ആദ്യമൊക്കെ വിചാരിക്കുന്നത് ഒരു സിമ്പിൾ ടാസ്ക് ആണെന്നാണ്. പക്ഷേ അവർ ചെയ്തു തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കുട്ടിയുടെ ഹെയർ ഭയങ്കര തിക്കാണ്. അവരുടെ ഹെയർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആഫ്രിക്കൻ അമേരിക്കൻസ് ആയിട്ടുള്ള റേസുള്ള ആളുകൾ ഭയങ്കര തിക്കായിരിക്കും. അവരുടെ ഹെയർ ചെയ്യാൻ എളുപ്പമല്ല. സോ സ്റ്റീഫൻ ടാക്കിൾസ് യൂറിസ് തിക്ക് കോയിൽഡ് ഹെയർ സ്ട്രഗ്ലിംഗ് ത്രൂ മൊമെന്റ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ ആൻഡ് നിയർ ഡിഫീറ്റ്. അച്ഛൻ ഒരുപാട് ട്രൈ ചെയ്ത് ഫെയിൽ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോവാണ്. ഇൻസിസ്റ്റൻസ് ആൻഡ് കോൺഫിഡൻസ് ഇൻസ്പയർ ഹിം ടു പ്രിസർവ് ആൻഡ് ടുഗദർ ദേ സക്സീഡ് ഇൻ ക്രിയേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ. അവസാനം ഇൻ ദി എൻഡ് വളരെ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് അവരൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ദ ഹാർട്ട്-വാർമിംഗ് ട്വിസ്റ്റ് ഓഫ് ദ ഫിലിം റിവീൽസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് എഫേർട്ട് വാസ് ടു വിസിറ്റ് സ്യൂറീസ് മദർ. അതുപോലെ തന്നെ ഈ കുട്ടി ഇത് റെഡി ആവുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അമ്മേനെ കാണാൻ പോകുമായിരുന്നു. അവർ ഹോസ്പിറ്റലിൽ ഒരു അസുഖം വന്നിട്ട് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഫാദറാണ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഫാമിലി ഒരുമിക്കുമ്പോൾ ഇവർ കാണുകയാണ്, ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോൾ ഈ മദർ ആണ് ഈ കുട്ടി കണ്ടിരുന്ന ഹെയർ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ള ബ്ലോഗർ ആയിട്ടുള്ള ആൾ. ഓക്കെ, സോ ഹെയർ ട്യൂട്ടോറിയൽസ് ഷെയർഡ് സ്യൂറി ഫോർ ഇൻസ്പിറേഷൻ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ കുട്ടി ഈ അമ്മയുടെ അടുത്ത് പോണത്. ഓക്കെ, ആ ഹെയർ ട്യൂട്ടോറിയൽ വീഡിയോസ് ഈ കുട്ടി കണ്ടു പറഞ്ഞില്ലേ, അത് ചെയ്തത് ഇവരുടെ അമ്മ തന്നെയായിരുന്നു. അപ്പോൾ അവർ അമ്മയായിട്ട് അത്ര കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ ഇല്ലായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കാണാൻ പോകുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. സോ ഇതാണ് ഒരു ഫാമിലി ലവ്, അതുപോലെ തന്നെ മദേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് എന്ന തീംസൊക്കെ കാണിച്ചു തരുന്ന രീതിയിൽ സ്റ്റോറി അങ്ങനെ എൻഡ് ചെയ്യണം. നിങ്ങൾ എന്തായാലും ഫിലിം ഒന്ന് കാണണം. ഓക്കെ, ദെൻ ഹെയർ ലവ് ബ്ലെൻഡ്സ് ഹ്യൂമർ, tenderness and cultural significance in several minutes, delivering a powerful message about the importance of family support and self-love. Family support-ൻ്റെ ഇമ്പോർട്ടൻസ്, സെൽഫ് ലവ്, സ്വയം നമ്മളെ തന്നെ സ്നേഹിക്കാൻ, പരിഗണിക്കാൻ, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ എന്നുള്ള ഒരു ഫിനോമിനൻ നോർമലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സൊസൈറ്റിയൽ സ്റ്റീരിയോ ടൈപ്പുകൾ, സൊസൈറ്റിയിൽ ഇപ്പോൾ കറുത്ത സ്കിന്നുള്ള ആൾ, തിക്ക് മുടിയുള്ള ആൾ, ചുരുണ്ട മുടിയുള്ള ആൾ, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ നമ്മൾ മാറ്റി നിർത്തി നമ്മളുടെ ഉള്ളിലെ ഐഡൻറ്റിറ്റി എന്താണോ അതിനെ എക്സ്പ്രസ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എംബ്രേസിങ് നാച്ചുറൽ ഹെയർ ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. അതിൽ നമ്മൾ ആക്സെപ്റ്റഡ് ആവുക എന്നുള്ള തീംസ് പറയുന്ന ഒരു റെസണേറ്റ് ചെയ്യുന്ന
ഒരു ഷോർട്ട് ഫിലിമാണിത്. ഇതെല്ലാമാണ് ഇതിൽ പറയുന്ന തീം. ഫാമിലി ആൻഡ് പാരൻ്റൽ ലവ്, പാരൻസും ചിൽഡ്രനും തമ്മിൽ വേണ്ട ഒരു സ്നേഹത്തെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ആക്സെപ്റ്റൻസ് ആൻഡ് ഐഡൻറ്റിറ്റി. ഒരാൾ എന്താണ് സ്വന്തമായിട്ട് അവരുടെ ഭംഗിയെ ആക്സെപ്റ്റ് ചെയ്യുക, അത് അവരുടെ ശരീരം എങ്ങനെയാവട്ടെ അങ്ങനെയുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിലൊരു ഐഡൻറ്റിറ്റി കണ്ടെത്തുക, അല്ലാണ്ട് ഫേക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുകയല്ല വേണ്ടത്. റെസീലിയൻസ് ആൻഡ് പെർസ്യൂറൻസ്. ഓരോ തരണങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുകൾ വരുന്നത്, നമ്മളെന്തെങ്കിലും പേരിൽ കളിയാക്കപ്പെടുന്നത്, അതിനെയൊക്കെ നമ്മൾ റെസീലിയൻസോട് കൂടിയിട്ട് മുന്നോട്ട് തരണം ചെയ്തിട്ട് റിക്കവർ ചെയ്തിട്ട് എന്താണ് റീസ്റ്റാർട്ട് ചെയ്ത് അവർക്ക് മുന്നിൽ തന്നെ നിൽക്കാനുള്ള ശക്തി, അതിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ കൾച്ചർ സിഗ്നിഫിക്കൻസ്. ഇവിടെ ബ്ലാക്ക് കൾച്ചറാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്, ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചർ. അവരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പണ്ട് കാലങ്ങളിൽ സിനിമയിലും അഡ്വർടൈസ്മെൻറ്റിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യാറ്. ഭംഗിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെയാണ് അവരെ കാണാറ്, അല്ലേ? നമ്മളിപ്പോൾ ബ്ലാക്ക് വൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചാണ് ഈ ഫിലിം. ഇതിൽ കാണിക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ഇവർ ബ്ലാക്ക് കൾച്ചറിലുള്ള ആളുകൾ തന്നെയാണ്, പക്ഷെ അവരതിൽ പ്രൗഡാണ്, അവർക്ക് അതിനൊരു നാണക്കേടില്ല. സിനിമയിൽ അങ്ങനെ കാണിക്കുന്നത് വളരെ റെയറാണ്, ഇപ്പോൾ മുതലുള്ള കാലത്ത് അങ്ങനെ കാണിക്കുന്നത്. ദെൻ എംപവർമെൻറ്റ് ത്രൂ സപ്പോർട്ട് വഴി എംപവർ ചെയ്യുക, അവർ പരസ്പരം ഹെൽപ്പ് ചെയ്ത് പരസ്പരം സപ്പോർട്ട് വഴിയാണ് അവരുടെ